ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മസാല ചായയാണ്. നല്ലൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചായ. കാരണം അതിലധികം മസാലകളൊന്നും ഇടുന്നില്ല, എന്നാലും നല്ല ടേസ്റ്റാണ്. ചായ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതെന്തായാലും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ഗ്ലാസ് ഫുള്ള് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അവിടെ ഒരു ഗ്ലാസ് ഫുള്ള് വെള്ളവും അതേ അളവിൽ തന്നെ പാലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് എടുക്കാൻ പറയുന്നതിൻ്റെ കാരണം ഇത് തിളച്ച് വറ്റി വരും. അപ്പോൾ നമുക്ക് ചായയായി വരുമ്പോഴത്തേക്ക് 2 ഗ്ലാസ് കറക്റ്റായിട്ട് ചായ കിട്ടും. അപ്പോൾ നമുക്ക് ഈ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു ഗ്ലാസ് വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ച് എടുത്തതാണ്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത്, പിന്നെ ഇഞ്ചിയുടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇവിടെ 4 ഏലക്കായാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് ഒരു ഗ്ലാസ് വെച്ച് തന്നെ ചതച്ചെടുത്തതാണ്. നമുക്കതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഏലക്കായൊന്നും അധികം ഇട്ട് കൊടുക്കരുത്, പിന്നെ വല്ലാത്തൊരു ടേസ്റ്റായി പോവും ചായക്ക്. ഇതിപ്പോൾ ഒരു നോർമൽ അളവാണ്. അപ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വീണ്ടും നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ചുള്ള ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പം ആദ്യം തിളച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ആ ഒരു ചെറിയ തീയിൽ വെച്ച് തന്നെ നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തിളച്ച് മറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പം ഇങ്ങനെ 2-3 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചായ അത്യാവശ്യം കടുപ്പൊക്കെ ആയി വരും. അതുപോലെ തന്നെ ആ ഇഞ്ചിയുടെയും ഏലക്കായുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് അതിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു അരിപ്പ വെച്ച് ചായ ഒന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ നമുക്കിത് കുടിക്കാം. ചായയൊക്കെ കുടിക്കുമ്പോൾ എപ്പോഴും ചൂടോടെ തന്നെ കുടിക്കണം, ഇല്ലെങ്കിൽ പിന്നെ എന്തായാലും ആ ചായക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളുമായി കാണാം. താങ്ക് യു.